അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന സ്ഥലത്തുള്ള പാക്യാർ എന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു 11 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഇവിടെ നമ്മൾ ഡാം ഷുവറിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇഷ്യൂസ് എന്തായിരുന്നു എന്നും അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഏകദേശം 11 വർഷമായാലും നമ്മൾ വീട് താമസിക്കുന്നത്. അപ്പോൾ എന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ തന്നെ നമ്മളെ ലീക്കേജിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഡാം ഷുവറിലേക്ക് എത്തിയത് എന്ന് ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കുക. അതിപ്പോൾ ഏകദേശം ഒരു 2 years ആയിട്ടാണ് ഞങ്ങൾ ഈ ലീക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് കുറച്ച് ക്രാക്സ് ഉണ്ടായിരുന്നു. ഇപ്പം അത് വളരെ കൂടുതലായിട്ട് കോൺക്രീറ്റിൻ്റെ അടിയിലേക്ക് സീലിങ്ങിലൊക്കെ ബ്ലാക്ക് ആയിട്ട് ഫുള്ള് ചമരൊക്കെ കംപ്ലീറ്റ് ഈർപ്പം നിറഞ്ഞ് ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കാൻ ഞാനിങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ ലിസ്റ്റ് ഇങ്ങനെ ഗൂഗിളിലൊക്കെ കാണുന്നുണ്ട്. അത് ഓരോന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കേ കാസർഗോഡ് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് കമ്പനി ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഡാം ഷുവറിൻ്റെയാണ് കാണിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ 1-2 പേരെ കോൺടാക്ട് ചെയ്തു. അവരവരുടെ പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചും അവർ കൊടുക്കുന്ന വാറണ്ടി സർവീസ് കാര്യങ്ങൾ ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം കുറച്ചും കൂടി ബെറ്റർ ഡാം ഷുവർ ആണെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ആളെ കോൺടാക്ട് ചെയ്തു, അവരെ വിളിച്ച്. അളിയൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അളിയനെ കോൺടാക്ട് ചെയ്തിട്ട് അളിയനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഡാം ഷുവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടെ വാട്ടർ പ്രൂഫ്. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടൊന്ന് വിളിച്ചിട്ട് സൈറ്റ് ഒന്ന് കാണിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്താണ്, പിന്നെ നമ്മുടെ സൈറ്റ് എങ്ങനെയാണ്, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ അളിയനും അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ ഇപ്പം നാട്ടിലെത്തിയതിന് ശേഷം പിന്നെ വർക്ക് കൺഫേം ആക്കി. നമ്മുടെ അജേഷ് വന്ന് കണ്ട് സംസാരിച്ചു, സൈറ്റൊക്കെ നോക്കി. പിന്നെ 1-2 ബ്രാൻഡൊക്കെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ അതൊക്കെ അവർ പ്രൊഡക്റ്റ് തരുന്ന ഡയറക്റ്റ് കമ്പനി അല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളത്, ഇവിടുത്തെ ലോക്കൽ വർക്കേഴ്സാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. പിന്നെ ഇത് ഡാം ഷുവർ ആണെങ്കിൽ ഡയറക്റ്റ് കംപ്ലീറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ലേബേഴ്സ് വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ കമ്പനിക്ക് തന്നെ കൊടുത്തത്. പിന്നെ വാറണ്ടിയുടെ ഇഷ്യൂസ് പിന്നെ വരണ്ടെന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ സൂപ്പർവൈസറായിട്ട് സംസാരിച്ച് എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒരു വിശ്വാസമുണ്ട്. ട്രസ്റ്റബിൾ ആയിട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് കൊടുത്തത്. അപ്പം അറിഞ്ഞിടത്തേക്കും കുറച്ച് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഡാം ഷുവർ തന്നെയാണ് കുറച്ച് പെർഫെക്റ്റ് കാണുന്നുള്ളത് പ്രൊഡക്റ്റിൻ്റെ ലെവലിലും. പിന്നെ വർക്കേഴ്സ് സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് തന്നിട്ട്. ആ വിശ്വാസം എന്നും ഉണ്ടാവും. ഓക്കെ. Damn sure. Expert Bill Care.